ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ചായയുടെ റെസിപ്പിയുമായിട്ടാണ്. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഒരുപാട് തെറ്റും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും. അതെല്ലാം നിങ്ങൾ ക്ഷമിച്ച് എനിക്ക് സപ്പോർട്ട് തരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ അടിപൊളി ടീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 4 ഏലക്കായും 2 ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ചായ ഉണ്ടാക്കുന്ന പാൻ വെച്ച് അതിലേക്ക് പാൽ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ കട്ടൻ ചായ ആണെങ്കിലും പാൽ ചായ ആണെങ്കിലും ചായ ഉണ്ടാക്കുന്ന തുടക്കത്തിൽ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാറുണ്ട്. സാധാരണ ചായ ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഞാനിവിടെ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ എല്ലാവരും ചായ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണല്ലോ മധുരം ചേർക്കുന്നത്. അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇങ്ങനെ നമുക്ക് മധുരം ചേർത്ത് കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം കാണാൻ കഴിയും. ഇതിലേക്ക് ഞാൻ ഇനി എടുത്ത് വെച്ച ഏലക്കായ കൂടി ചേർക്കുകയാണ്. ഏലക്കായും ഇഞ്ചിയുടെ കഷ്ണങ്ങളും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചായ റെഡിയാക്കി നോക്കൂട്ടോ. അപ്പോൾ ഇതിന് ടേസ്റ്റ് വ്യത്യാസം അറിയാൻ പറ്റും. ഇനി നമുക്കൊരു കയ്യിലെടുത്ത് പഞ്ചസാര യോജിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പാല് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. അതുവരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇപ്പോൾ ഇത് നമ്മളെ പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ചായപ്പൊടി ഇട്ടതിന് ശേഷം നന്നായി തിളക്കണം. ഒരു കയ്യിൽ വെച്ച് നന്നായി ഇളക്കി കൊടുക്കുക. നല്ലോണം തിളച്ച് വരണം. അപ്പോഴും ആ ഏലക്കായുടെ ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റ് ചായയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നന്നായി തിളയ്ക്കുന്നവരെ ഒന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ നന്നായി തിളച്ച് ചായ, നമ്മുടെ സ്പെഷ്യൽ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാവും. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും അസ്സലാമു അലൈക്കും.